ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പ്രകൃതി ഇത്രയും സുന്ദരമാക്കുന്നത് വൈവിധ്യങ്ങളാണല്ലോ. വ്യത്യസ്തമായ സ്ഥലങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചകൾ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സും വ്യത്യസ്തമാണ്. അതുപോലെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ്. അതുപോലെ ചിലർക്കാണെങ്കിൽ ഒരു കാര്യം തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ വെറൈറ്റി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. വാഗൊണ്ട് ചെയ്യുന്ന രീതിയെ സംബന്ധിച്ച് അതിന് ചില പ്രത്യേകതകളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ചെയ്യുന്നത് തന്നെ. അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ് ചില പങ്കാളികൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഈ ഒരു കാര്യത്തിനകത്ത് നമ്മളെല്ലാവരെയും ഒരേപോലെ കാണരുത്. ചിലർക്കാണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിട്ട് വേണം. ഇപ്പോൾ പങ്കാളിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മെത്തേഡിനോട് വളരെ ഇഷ്ടമുണ്ട്, പക്ഷേ മറ്റേ ആൾക്ക് അതിനോടത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ അവർക്കൂടെ ഇഷ്ടമുള്ളൊരു രീതി നോക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ രണ്ട് കൂട്ടർക്കും അതിൻ്റെ ഗിവ് ആൻഡ് ടേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം. ചിലർക്കാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം, എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, ചെയ്യിപ്പിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഈ ഒരു രീതി ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരോടൊരു പ്രത്യേക ആരാധന തന്നെ ഉണ്ട്. ചില ആൾക്കാരുടെ വ്യക്തിത്വം നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ എന്തോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില രീതികൾ നമ്മൾ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മളിത് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മളിലും ഉണ്ടാവും. ചില വെറൈറ്റി മെത്തേഡുകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതിനകത്തുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ സാധാരണ രീതിയിലല്ലാതെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് ആക്റ്റീവ് ആകും. ആ സമയത്ത് കൂടുതലായിട്ട് മൈൻഡ്ഫുൾനെസ് ഉണ്ടാകുന്നു, ഒരു പ്രത്യേക രീതിയിലുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രീതിക്കനുസരിച്ച് പലതരത്തിലുള്ള ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു രീതി ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഡൊപ്പാമൈനും എൻഡോർഫിനുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു രീതി ചെയ്യുന്നവരെ സംബന്ധിച്ച് പല മുൻവിധികളും കാണും. ചിലപ്പോൾ അത് നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവായിരിക്കും. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും നമ്മൾ പിന്നീട് തുടർച്ചയായിട്ട് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ സമയത്ത് അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് വൃത്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി മാക്സിമം ആകർഷകമുള്ളതാക്കാൻ നോക്കണം. അതുപോലെ പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ റെസ്പോൺസിൽ കൂടി മനസ്സിലാക്കി എടുക്കണം. ചിലർക്കാണെങ്കിൽ ഇത് തുടക്കത്തിലേ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, എന്നാൽ ചിലർക്ക് അങ്ങനല്ല, ഒരു പകുതിയൊക്കെ കഴിഞ്ഞ് മതി. ചില സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് മൂഡ് ഡിസോർഡർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പല സാഹചര്യത്തിലും ഫിസിക്കലി മെൻ്റലി പലതരത്തിലുള്ള ടെൻഷനുള്ള സമയമുണ്ട്. ഈ സമയത്ത് സാധാരണ രീതി ചെയ്യുമ്പോൾ ലൂബ്രിക്കേഷൻ്റെ കുറവ് കൊണ്ട് ഒരു ഇറിറ്റേഷൻ തോന്നാം, വേദന തോന്നാം. എന്നാൽ നമ്മൾ ഈ പറയുന്ന മെത്തേഡിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താല്പര്യമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം താല്പര്യത്തോടെ ചെയ്യുമ്പം മെറ്റാബോളിസത്തിൻ്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നു. അതുപോലെ ചിലരെ സംബന്ധിച്ച് സ്ട്രോക്ക് കൂടുതലായിട്ട് വേണ്ടവരുണ്ട്. അവർക്കും ഈ ഒരു മെത്തേഡ് പോസിറ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യും. അതുപോലെ ഈ ഒരു കാര്യത്തിനകത്തൊരു വിശ്വസ്തത പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ വെറൈറ്റി മെത്തേഡൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് മറ്റൊരാൾ അറിയുന്നത് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷന് ഒരു രഹസ്യ സ്വഭാവം വേണം. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് കൂടുതൽ സ്ട്രെയിൻ ഇല്ലാതെ തന്നെ അവരുടെ പങ്കാളിയെ ഈ ഒരു രീതി കൊണ്ട് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.